CPM നേതാക്കൾ നമുക്ക് അവരുടെ പ്രതികരണവും അല്പസമയത്തിനകം ലഭ്യമാകുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. പലരും രാവിലെ വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നവരൊക്കെ ഉണ്ടാകും. വലിയ ആത്മവിശ്വാസത്തിൽ CPM-ഉം LDF-ഉം ഒക്കെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ വലിയ ചർച്ചയായെങ്കിലും അതിനെ മറികടക്കും വിധം പല വിവാദങ്ങളും കടന്നു വന്നപ്പോൾ കുറച്ച് നാളത്തേക്കെങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ മാധ്യമങ്ങൾ എങ്കിലും മറന്ന ഒരു സമയമുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതൊക്കെ ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്ന് വേണം കാത്തിരുന്നു കാണാൻ. 36,630 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്ന സമയം. 7 ജില്ലകൾ, ഏതാണ്ട് 1 കോടിയിൽ പരം വോട്ടർമാർ, 1,32,83,780 വോട്ടർമാർ. എത്ര ശതമാനം പോളിംഗ് ഉണ്ടാകും? നമുക്ക് നേരത്തെ നമ്മുടെ പ്രതിനിധികൾ പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. എല്ലാവർക്കും പരിചയമുള്ള സ്ഥാനാർത്ഥികളാണ് വാർഡുകളിലും മറ്റും മത്സരിക്കുക. സ്വാഭാവികമായും അവർക്ക് വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത്, കുറച്ചുകൂടി ആളുകൾ എത്തി വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഇത്തരം തെരഞ്ഞെടുപ്പുകളിൽ സംഭവിക്കാറുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി നടക്കുന്ന പ്രദേശ തെരഞ്ഞെടുപ്പ്, ഇതിൻ്റെ ഫലം സ്വാഭാവികമായും നിയമസഭയിൽ ഏത് മുന്നണിക്കാണ് കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി ജനങ്ങളെ സമീപിക്കാൻ കഴിയുക എന്നതിൻ്റെയൊക്കെ ഒരു വളരെ കൃത്യമായ ഒരു ചിത്രം കൂടി വ്യക്തമാകും. ഇന്ന് 9, 11-ാം തീയതിയാണ് വടക്കൻ ജില്ലകളിൽ 7 ജില്ലകളിൽ വോട്ടെടുപ്പ് നടക്കുക. 13-ാം തീയതി ഈ വോട്ടെടുപ്പ് പൂർത്തിയായി ഒരു ദിവസത്തിന് ശേഷം വളരെ കൃത്യമായി വോട്ടെണ്ണൽ നടക്കും. വളരെ കുറഞ്ഞ കാലയളവിലാണ് ഈ പ്രക്രിയകളൊക്കെ പൂർത്തിയാകുന്നത് എന്നും പ്രധാനപ്പെട്ട ഒന്നാണ്. റിസൾട്ട് 13-ാം തീയതിയാണ്. ആകെ പോളിംഗ് ഇപ്പോൾ 2.04% എന്ന കണക്ക് വന്നിരിക്കുന്നു. ഏതാണ്ട് തുടക്കത്തിലുള്ള അരമണിക്കൂറത്തെ ഒരു പക്ഷേ പോളിംഗ് ശതമാനമായിരിക്കാം അത്. ഇതുവരെ 2.04% ആളുകൾ 2.04% ആളുകൾ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ള കണക്കാണ് പുറത്തു വരുന്നത്. ഇതുവരെയുള്ള പോളിംഗ് ശതമാനമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മിക്ക സ്ഥലങ്ങളിലും. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരും. ശരണ്യ, KC വേണുഗോപാൽ വന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങി. വലിയ ആത്മവിശ്വാസം KC പ്രകടിപ്പിക്കുന്നുണ്ട്. മറ്റ് പ്രമുഖരൊക്കെ വോട്ട് ചെയ്യുന്ന ഒരു ജില്ല കൂടിയാണല്ലോ ആലപ്പുഴ. പൊതുവേ ജില്ലയിൽ നിന്നുള്ള വിവരമനുസരിച്ച് രാവിലെ തന്നെ ബൂത്തുകളിൽ കാര്യമായ തിരക്കുണ്ടോ? നല്ല തിരക്കാണ് രഞ്ജിത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി രാവിലെ തന്നെ ബൂത്തുകളിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ KC വേണുഗോപാൽ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹം പുറത്തേക്ക് വന്നു. ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സാഹചര്യം, അതായത് സംസ്ഥാനത്തുടനീളം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സഞ്ചരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ ഉൾപ്പെടെ സഞ്ചരിച്ചിരുന്നു. ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അങ്ങനൊരു മാറ്റം ഉണ്ടാകുമെന്നാണ്. നമ്മളിപ്പോൾ ഉള്ളത് കൈതവനയിലുള്ള പോളിംഗ് ബൂത്തിലാണ്. രാവിലെ തന്നെ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ജില്ലയിൽ 18 ലക്ഷത്തോളം വോട്ടർമാരാണ് ഉള്ളത്. അതിൽ തന്നെ നമുക്കറിയാം 1500ഓളം പേർ ജനവിധി തേടുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു നമുക്കറിയാം ഇടതുപക്ഷ പശ്ചാത്തലമുള്ള കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇടതുപക്ഷ പശ്ചാത്തലത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ജില്ലയാണ്. ആ ജില്ല എത്രമാത്രം ഈ തെരഞ്ഞെടുപ്പിൽ മാറി ചിന്തിക്കുന്നു എന്നുള്ളത് വേണം 13-ാം തീയതി വോട്ടെണ്ണുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലൊരു മാറ്റം നേരത്തെ KC വേണുഗോപാൽ സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലൊരു മാറ്റം ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാകുമോ എന്നുള്ളതും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കരിമണൽ കണ്ണമടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നു. ഒപ്പം തന്നെ കർഷകരുമായുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അത്തരത്തിൽ കാർഷിക മേഖലയും കരിമണൽ ഖനനവും അടക്കമുള്ള വിഷയങ്ങൾ ഇടകലർന്ന് കിടക്കുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ. അത്തരം കാര്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഏറ്റവും ആവേശകരമായി തന്നെ ആലപ്പുഴയിലും തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ പറയാം. ഓരോ സ്ഥാനാർത്ഥികളും പരമാവധി വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ആലപ്പുഴയിലുടനീളം മറ്റ് സംസ്ഥാനത്തെ മറ്റ് ഭാഗങ്ങളിൽ ഇതുപോലെ തന്നെ കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു ആവേശം ഇപ്പോൾ നമ്മളുള്ളത് നഗരത്തിലെ ബൂത്തിലാണ്. നഗരത്തിലെ ബൂത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി ഗ്രാമപ്രദേശങ്ങളിലൊക്കെ രാവിലെ തന്നെ പോളിംഗ് സ്റ്റേഷനുകളിൽ തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വളരെ സന്തോഷകരമായി തന്നെ ആലപ്പുഴയിൽ ആ ജനാധിപത്യ പ്രക്രിയ മുന്നോട്ട് പോകുന്നു. അത് ഏറ്റവും ആവേശകരമായ പ്രചരണമൊക്കെ ആയിരുന്നു സ്ഥാനാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എല്ലാ വിഷയങ്ങളും ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് തന്നെ പറയാം. നമുക്കറിയാം സംസ്ഥാനത്തെ മറ്റ് വിഷയങ്ങൾ, അതായത് സർക്കാരിനെതിരായ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പോൾ ആലപ്പുഴയ്ക്ക് ആലപ്പുഴയുടേതായ കൃത്യമായ രാഷ്ട്രീയം ചർച്ച ചെയ്യാനുണ്ടായിരുന്നു. ആലപ്പുഴയ്ക്ക് ആലപ്പുഴയുടേതായ വിഷയങ്ങളുണ്ടായിരുന്നു. അത്തരം വിഷയങ്ങളിലൊക്കെ ജനങ്ങൾ ആർക്കൊപ്പമാണ് എന്ന് തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്തായാലും എത്തി നിൽക്കുന്നു. ഇപ്പോൾ KC വേണുഗോപാൽ MP വോട്ട് രേഖപ്പെടുത്തി. 8:30 ഹരിപ്പാട് രമേശ്
രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ വോട്ട് രേഖപ്പെടുത്തും. അതിനുശേഷം വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവരുടെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു ജില്ല കൂടിയാണ്. ജി സുധാകരൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ, സജി ചെറിയാൻ അടക്കം ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ നിരവധി ആളുകളുള്ള ഒരു ജില്ല കൂടിയാണ് എന്നുള്ളതാണ്. അതിനുമൊക്കെ അപ്പുറം സാധാരണ ജനങ്ങൾ അതിരാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഇപ്പോൾ ആലപ്പുഴയിലും വലിയ തോതിൽ രാവിലെ മുതൽ തന്നെ ജനങ്ങളുടെ ഒരു വലിയ വരവ്, വോട്ടർമാരുടെ വലിയൊരു വരവ് പോളിംഗ് ബൂത്തുകളിലേക്കുണ്ട്. 11,168 വാർഡുകളിൽ ജനം പോളിംഗ് ബൂത്തുകളിലാണ്. കൊല്ലത്തും സമാനമായി തന്നെ വലിയ പോരാട്ടം നടക്കുന്ന ഒരു ജില്ലയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NK പ്രേമചന്ദ്രനെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച ഒരു ജില്ലയാണ്. 3 മുന്നണികളും ഒരുപോലെ അവകാശവാദം ഉന്നയിക്കുന്ന നിരവധി വാർഡുകൾ അവിടെയുണ്ട്. കൊല്ലം കോർപ്പറേഷൻ കാലങ്ങളായി ഭരിക്കുന്നത് നമുക്കറിയാം LDF ആണ്. ഇത്തവണ ആ ഭരണം ആവർത്തിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. പക്ഷേ കൊല്ലത്തും UDF-ഉം ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. വിനീഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരും. വിനീഷ്, കൊല്ലത്ത് സാധാരണയായി വോട്ടർമാർ രാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് കാര്യമായി തന്നെ എത്തും. ഉച്ചയ്ക്ക് ശേഷം കുറച്ചുകൂടി തിരക്ക് കൂടും. പല ഘട്ടങ്ങളിലും കാണുന്നതാണ്. ഗ്രാമ നഗര മേഖലകളില്ലാതെ, വ്യത്യാസമില്ലാതെ ജനം പോളിംഗ് ബൂത്തുകളിലേക്ക് ഒഴുകുന്ന ഒരു ജില്ല കൂടിയാണ് കൊല്ലം. എല്ലാ മേഖലകളും ഉണ്ടല്ലോ, ഗ്രാമമേഖല, നഗരമേഖല, മലയോര മേഖലയൊക്കെ അടങ്ങുന്ന ഒരു ജില്ലയാണ്. ഇപ്പോൾ രാവിലെ എന്താണ് അവസ്ഥ? വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിൽ കാര്യമായി ഉണ്ടോ? തീർച്ചയായും രഞ്ജിത്ത്, രാവിലെ തന്നെ മിക്കയിടത്തും നല്ലൊരു പോളിംഗ് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജില്ലയിൽ 1698 വാർഡുകളിലേക്കാണ് ജനവിധി ഉണ്ടാകുന്നത്. ഇതിൽ കോർപ്പറേഷൻ, അതുപോലെ തന്നെ 4 നഗരസഭകളാണ് ജില്ലയിലുള്ളത്. 11 ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്, 68 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. അതുപോലെ തന്നെ ഈ ജില്ലാ പഞ്ചായത്ത് അടക്കം 89 വാർഡുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 5000-ൽ പരം സ്ഥാനാർത്ഥികളാണ് ജില്ലയിലുള്ളത്. ഇതിൽ 2100 പുരുഷന്മാരും അതുപോലെ തന്നെ 3100-ൽ പരം സ്ത്രീകളുമാണ്. അതുപോലെ തന്നെ 2000 പരം സ്ഥാനാർത്ഥിമാരുടെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും കനത്ത പോളിംഗ്, അതുപോലെ തന്നെ ശക്തമായ മത്സരം നടക്കുന്ന ജില്ലയാണ്. 22 ലക്ഷത്തിൽ പരം വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ തന്നെ 10 ലക്ഷത്തിൽ പരം പുരുഷൻ വോട്ടർമാരുണ്ട്, സ്ത്രീ വോട്ടർമാർ അതുപോലെ തന്നെ 12 ലക്ഷത്തിൽ പരം സ്ത്രീ വോട്ടർമാരുമുണ്ട്. അപ്പം ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, 23 ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടെന്നാണ് കണക്കുകൾ. അതുപോലെ തന്നെ പ്രവാസികളുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ പോളിംഗ് നടക്കുന്ന, വലിയ രീതിയിൽ പോരാട്ടങ്ങൾ നടക്കുന്ന ഒരു ജില്ലയാണ്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടത് കോട്ടയായി മാറിയ സാഹചര്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ NK പ്രേമചന്ദ്രനെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി കഴിഞ്ഞ ഇലക്ഷൻ പാർലമെൻറ്റ് ഇലക്ഷൻ വിജയിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൊല്ലത്ത് രാവിലെ തന്നെ NK പ്രേമചന്ദ്രൻ വോട്ട് രേഖപ്പെടുത്തി. 2010 ആവർത്തിക്കും എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. വലിയ രീതിയിലുള്ള ജനവിധി UDF ഉണ്ടാകും എന്ന് പറയുന്നു. എന്തായാലും അതിശക്തമായ മത്സരം. പ്രമുഖരെല്ലാം തന്നെ അല്പസമയത്തിനകത്ത് തന്നെ വോട്ട് ചെയ്യാൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് എത്തും. മന്ത്രിമാരുള്ള ജില്ലയാണ്. പത്തനാപുരത്താണ് KB ഗണേഷ് കുമാർ വോട്ട് ചെയ്യുന്നത്. ധനമന്ത്രി KN ബാലഗോപാൽ കൊട്ടാരക്കരയിലാണ്. അതുപോലെ ചിഞ്ചുറാണി ഉണ്ട്, നീരാവിലാണ് ചിഞ്ചുറാണി വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇവരെല്ലാം തന്നെ 10 മണിക്കകം അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തും. അതുപോലെ തന്നെ വോട്ടർമാർ വലിയൊരു ആവേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തീരദേശങ്ങളിലും മലയോര മേഖലകളിലടക്കം വലിയ കനത്ത പോരാട്ടമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നിശബ്ദ പ്രചരണം പോലും പോരാട്ട വീര്യം ഒട്ടും